കനേഷുമാരി കണക്കനുസരിച്ച് പറയുമ്പോൾ വീട്ടിൽ കണക്കെടുക്കാൻ വന്നാൽ ഉദ്യോഗസ്ഥൻ ചോദിക്കും ഭർത്താവിൻ്റെ പേര്, ഗൃഹനാഥൻ. അങ്ങനെയാണ് മുതലാളിത്ത സമൂഹമാണെങ്കിലും ഫ്യൂഡൽ സമൂഹത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക്. അപ്പോൾ ഗൃഹനാഥൻ, നാഥിയില്ല, ഉണ്ടോ? ഗൃഹനാഥൻ. എന്താ ജോലി? ജോലി. എന്താ കൂലി? കൂലി. അതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പോയിക്കും നിങ്ങൾക്ക് എന്താണ്. അപ്പോൾ നിങ്ങളെന്താ പറയുക? പെണ്ണുങ്ങളെന്താ പറയുന്നത്? പണിയുണ്ട് എന്നാ പറയാ? എന്താ പറയാ? പണിയില്ല. പണിയില്ല എന്ന് എഴുതി പറഞ്ഞാൽ അപ്പം തന്നെ എഴുതും. എന്താ എഴുതുക? വീട്ടമ്മ. വീട്ടമ്മയായി. വീട്ടമ്മക്ക് പണിയുണ്ടോ? ഇല്ലേ? വീട്ടമ്മക്ക് പണിയുണ്ടോന്നും. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഏറ്റവും ആദ്യം ഉണരുകയും ഏറ്റവും അവസാനം കിടക്കുകയും ചെയ്യുന്നത്, ഉറങ്ങുകയും ചെയ്യുന്നത് ആരാ? വീട്ടമ്മയാണ്. അതിനിടയിൽ എന്തുണ്ട്? അടിമുടി ജോലിയുണ്ട്, പണിയുണ്ട്, അല്ലേ? കുട്ടികളെ നോക്കണം, പശുവിനെ നോക്കണം, ഭർത്താവിന് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം, വീട് അടിച്ചു വാരണം, തെളിക്കണം, എല്ലാ കാര്യവും ചെയ്യുന്നത് മുഴുവൻ വീട്ടമ്മയാണ്, അല്ലേ? ഇപ്പോൾ പണിയുണ്ട്. പക്ഷേ പണിയുണ്ടെങ്കിലും എന്തില്ല? പണിക്കെന്തില്ല? കൂലിയില്ല. പണിയുണ്ട്, പക്ഷെ എന്തില്ല? കൂലിയില്ല. അപ്പോൾ ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് ഭർത്താക്കന്മാർ പറയും, എന്താ എടോ, ഞാനാണ് നിന്നെയും ഈ കുടുംബവും പോറ്റുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പറയാ? അന്നേരം പെണ്ണുങ്ങളെന്താ പറയാ? പിന്നെ അല്ലേ, നിങ്ങളല്ലേ അരി വാങ്ങുന്നത്, നിങ്ങളല്ലേ പഞ്ചസാര വാങ്ങുന്നത്, നിങ്ങളല്ലേ തുണി വാങ്ങുന്നത്, എല്ലാം നിങ്ങളല്ലേ ചെയ്തു, അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ വീട് പോറ്റുന്നത് എന്നാണ് പെണ്ണുങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നത്. ആണോ? അല്ലേ? സംശയം മാത്രമല്ല, പേടിയായി. കാരണം പുരുഷ മേധാവിത്വ സമൂഹമാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീകൾ വീട്ടിൽ അധ്വാനിക്കുന്നുണ്ട്. ഈ അധ്വാനിക്കുന്നതിനെല്ലാം യഥാർത്ഥത്തിൽ മൂല്യമുണ്ടെങ്കിൽ അതിനെല്ലാം കൂലി വേണം. കൂലിയുണ്ട്. കൂലി ഇപ്പോൾ തരുന്നുണ്ടോ? ആരെങ്കിലും തരുന്നുണ്ടോ നിങ്ങൾക്ക് കൂലി? ചോദിച്ചാൽ തരുമോ? അപ്പോൾ നാളെ പോയിട്ട് ഗോവിന്ദ മാഷ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കൂലി വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കാനൊന്നും പുറപ്പെടണ്ട. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നാളെ വന്ന് ഞാനാണ് ഈ വീട്, ഈ കുടുംബം പോറ്റുന്നത് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? അങ്ങനെ പറയണ്ട. ആരൊക്കെയാ? നമ്മളാണ് ഈ വീട് പുലർത്തുന്നത് എന്ന് കൂട്ടായി ബഹുവചനത്തോടെ പറയണം. അത്രയെങ്കിലും വേണം. ഇപ്പോൾ വേണം. അപ്പോൾ അതിനെ അടിസ്ഥാനമാകുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചത്. എത്ര? 31 ലക്ഷത്തിലധികം ആളുകൾക്ക് മാസാമാസം 2 പ്രധാനപ്പെട്ട കാർഡ്, മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആ കാർഡിൻ്റെ ഉടമകളായ 31 ലക്ഷത്തിലധികം ആളുകൾക്ക് 1000 ഉറുപ്പ്യ കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? അത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിനൊരർത്ഥമുണ്ട് എന്ന് പുരുഷ മേധാവിത്വ സമൂഹത്തിലെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു ഇടപെടലാണ്. അതിനെല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനാവണം.